അപ്പോസ്തല പ്രവർത്തികൾ 7:51 നമ്മൾ കാണുന്നു സ്തെഫാനോസിനെ പറ്റി. ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു സ്തെഫാനോസ് ജനങ്ങളോട് സുവിശേഷം അറിയിച്ച് സംസാരിക്കുന്നു. 51 വചനം, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയിത്തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു, എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപാവേശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. 2-3 കാര്യങ്ങൾ നമ്മൾക്കിവിടെ ശ്രദ്ധിക്കാൻ സാധിക്കും. വചനങ്ങളിൽ സ്തെഫാനോസ് ജനങ്ങളോട് സംസാരിച്ചു, ക്രിസ്തുവിൻ്റെ വരവിനെപ്പറ്റി, സുവിശേഷത്തെപ്പറ്റി എല്ലാം അറിയിച്ചു. അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം സ്തെഫാനോസ് അവരെ ശകാരിച്ചു. നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു എന്നവരോട് കൽപ്പിച്ചു. ജനങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ജനങ്ങൾക്കത് ഗ്രഹിക്കാനാവില്ല. അവർ കോപവിവശരായി. സ്തെഫാനോസ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണം പ്രാപിച്ചു, എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ദൈവവചനം ആചരിക്കുന്നതല്ല. നമ്മൾ ഉള്ളിൽ യേശുവിനെ, നമ്മളുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുകയും അതിൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ജീവിക്കുകയും ചെയ്യുക. ശുദ്ധാത്മാവ് നമ്മളെ ദിനംപ്രതി നയിക്കും. ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്ന് നമ്മളെ അറിയിക്കും. അത് പ്രകാരം നമ്മൾ നയിക്കപ്പെടണം. ഇവിടെ നമ്മൾ കാണുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയ സ്തെഫാനോസ് ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. എത്ര ഭാഗ്യമായ മരണം! സ്തെഫാനോസ് രക്തസാക്ഷിയാവുകയും വളരെ സന്തോഷത്തോടെ യേശുവിലാവുകയും ആ ദുഃഖസമയത്ത് കല്ലേറിൻ്റെ സമയത്തും ആ വേദനകൾ ക്രിസ്തുവിൻ്റെ കുരിശ് പോലെ സഹിക്കുകയും ചെയ്ത് ദൈവദാസനാകുന്നു. രക്തസാക്ഷിയായിരിക്കുന്ന സ്തെഫാനോസിനെ കണ്ട ശൗലാണ് പൗലോസ് അപ്പോസ്തലനായി മാറി ഇതിൻ്റെ സുവിശേഷത്തിനായി വലിയ വീര്യപ്രവർത്തികൾ ചെയ്തത്.